മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും ലീഗ് ദുർഭരണത്തിനുമെതിരെ CPIM മലപ്പുറം മുനിസിപ്പൽ കോർഡിനേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KP സുമതി ഉദ്ഘാടനം ചെയ്തു. CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, മുനിസിപ്പൽ മാർച്ച് സിന്ദാബാദ്. അതാണല്ലോ തടയണ കെട്ടി നമ്മളാണ് തടയണ എന്ന പേരിൽ ഇല്ലേ ഇന്നൊന്നും ചർച്ച തുടങ്ങിയതല്ല, ഒരുപാട് നാളുകളായി. ആ തടയണ കെട്ടി വെള്ളം തടഞ്ഞു നിർത്തിയാൽ അതിൽ നിന്ന് വെള്ളമടിച്ച് ഈ മലപ്പുറം നഗരവാസികൾക്ക്, മുനിസിപ്പാലിറ്റിയിലെ ആളുകൾക്ക് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയും എന്ന് മുനിസിപ്പാലിറ്റിയുടെ അധികാരികൾക്ക് അറിയാത്തതുകൊണ്ടാണോ? പണം മാറ്റിവെക്കാത്തത് കൊണ്ടാണോ? അല്ല. പക്ഷെ അതിന് തയ്യാറാവാത്ത ഭരണ നേതൃത്വമായി ഇവർ മാറിയിരിക്കുന്നു. ഓരോന്നായിട്ട് അക്കമിട്ട് പറഞ്ഞാൽ എന്താ ഇവിടുത്തെ സ്ഥിതി? കുടിവെള്ളം മാത്രമല്ല, നിങ്ങൾ നോക്കാം, ഇപ്പൊ ഈ പ്രാവശ്യം നമ്മള് വെള്ളപ്പൊക്കത്തിൽ നിന്ന് കഴിച്ചിലായി. എന്നാലും കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവും. ഇവിടെ അതിനപ്പുറത്ത് വലിയ തോട് എന്ന് പറയും നമ്മള്. വലിയ തോട് വീതി കൂട്ടി അത് നവീകരിക്കുന്നതിന്റെ ഭാഗമായി പരിസര പ്രദേശങ്ങളിലെ വെള്ളമൊക്കെ അതിലേക്ക് വന്ന് വലിയ പ്രയാസമില്ലാത്ത വിധത്തിൽ അത് ഒഴുകിപ്പോകാൻ കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് കോട്ടപ്പടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം തടയാം. ഒരിക്കലും മഴ കൂടിയപ്പോ, മഴ കൂടുന്നത് മാത്രമല്ലല്ലോ, കോട്ടപ്പടി താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ വെള്ളത്തിലായില്ലേ? അതിന്റെ അപ്പുറത്തുള്ള MDHന്റെ പരിസര പ്രദേശങ്ങളിൽ വെള്ളം കയറിയില്ലേ? കടകൾ ഒഴിഞ്ഞു പോയില്ലേ? വീടുകൾ. ഏരിയ കമ്മിറ്റി അംഗം CM നാണി അധ്യക്ഷത വഹിച്ചു. O സഹദേവൻ, ഏരിയ കമ്മിറ്റി അംഗം V സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി KP ഫൈസൽ സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം PP ഷിബിയാൻ നന്ദിയും പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.